ഹായ്, ഇതൊരു ബിൽഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ ബിൽഡിങ്ങിൽ നമ്മൾ ACP അടിക്കാനുള്ള ഫ്രെയിം വർക്ക് ചെയ്തു വെച്ചേക്കണാണ്. അപ്പോൾ ഈ ഫ്രെയിം വർക്ക് എങ്ങനെയാണ് ചെയ്തു വെച്ചേക്കണത് എന്നുള്ളത് എൻ്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന 3D വർക്കിൻ്റെ അതേപോലെയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബിൽഡിങ്ങും ഈ 3D വർക്കിൻ്റെ ഫോട്ടോയും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. കാരണം 3D വർക്ക് ആവറേജ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തു തരിക നമുക്ക്. ബാക്കി നമ്മളുടെ ഒരു മനോധർമ്മത്തിൽ കൂടി വേണം ഈ ബിൽഡിങ്ങിനെ നമുക്ക് ഈ പിക്ചറിൻ്റെ പോലെ ഏതാണ്ട്, അതായത് 95% എങ്കിലും അതുപോലെ ആക്കിയെടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഈ പില്ലർ 3D വർക്കിൽ കാണിച്ചിട്ടുള്ള ഏതാണ്ട് ചെറിയ പില്ലറാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു 2 അടി പില്ലർ കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ടോപ്പിൽ നിന്ന് ഇറങ്ങി വരുന്ന സൈഡൊക്കെ 2 അടി വേണം, എങ്കിലാണ് ഇത് ശരിയാവുള്ളൂ. ഈ സൈഡ് നമ്മളൊരു 10 അടിയോളമാണ് ഇത് ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ സൈഡിലേക്ക് 10 അടി മതി, അധികം വേണ്ട, അതാണ് പാർട്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ഇപ്പം നമ്മൾ 4 ക്ലീറ്റാണ് ഇതിന് വെച്ചിട്ടുള്ളത്. പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട് 2 ക്ലീറ്റ്, അതായത് ഓപ്പോസിറ്റ് വരാവുന്ന രീതിയിൽ 2 ക്ലീറ്റ് മാത്രമേ വയ്ക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊന്നും വലിയ ഒരു ലാഭമില്ല ഈ വർക്കിൽ. കാരണം 4 ക്ലീറ്റ് വെച്ച് കഴിഞ്ഞാൽ ക്ലീറ്റുകൾ തമ്മിലുള്ള ഒരു ജോയിന്റ് വളരെ ക്ലിയർ ആയിട്ടിരിക്കും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയില്ല. അപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് ഒരു നമ്മൾ വളരെ ഒരു ലാഭം നോക്കി അങ്ങനെ ചെയ്തിട്ട് വലിയ പ്രയോജനം ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമ്മൾ അതിൻ്റെ സൈഡ് ഭാഗം ഇപ്പോൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ പിന്നെ വരുന്നത് അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഫ്രണ്ടിലെ ഫ്രെയിമാണ്. അതൊരു 38 ഇഞ്ചോളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ വരുന്നത് സീലിംഗ് ഏതാണ്ട് അവിടെ റോളിംഗ് ഷട്ടറിൻ്റെ തൊട്ടടിയിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ നമ്മളൊരു L ഷേപ്പിൽ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ ജോയിൻ്റ് എങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ജസ്റ്റ് ഒരു കട്ട് ചെയ്തിട്ട് അതുമ്മേ ACP വെച്ച് മട്ടം സ്ക്വയർ ചെയ്യാമെന്നുള്ള ഒരു സെറ്റപ്പാണ് ചെയ്തു വെച്ചേക്കണത്. അപ്പോൾ ഇങ്ങനെ വളരെ ഈസി ആയിട്ട് L ഷേപ്പുള്ള ജോയിൻ്റ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ACP വർക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമ്മളൊരു മനോധർമ്മത്തിലാണ് ചെയ്യേണ്ടത്. ഒരു പല രീതിയിലും ആയിരിക്കും ബിൽഡിങ് എടുക്കുക. അപ്പം അതിൻ്റെ രീതിയിലേക്ക് നമ്മൾ എങ്ങനെ അതിനെ സെറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സിസ്റ്റം. കാരണം പല രീതിയിലും നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. പക്ഷെ ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മളിവിടെ സപ്പോർട്ട് ചെയ്തേക്കുന്നത്, കണ്ടില്ലേ? 2 ഇഞ്ച് സ്ക്രൂ വെച്ചിട്ട് സൈഡാക്കി. അപ്പോൾ ഈ സൈഡിലാണെങ്കിൽ നമുക്ക് ലൈറ്റ് വെച്ചിട്ട് ഒരു ACP കഷ്ണം വെച്ചിട്ട് അതിനെ പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുവന്നേക്കാണ്. അങ്ങനെയും ചെയ്യാം. പല രീതിയിലാണ് നമ്മൾ ACP വർക്ക് ചെയ്യുമ്പോൾ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പില്ലറിന്റെ സിസ്റ്റം ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഷട്ടറിന്റെ സൈഡിലെ ഫിറ്റിങ് നമ്മളിപ്പോൾ ഇങ്ങനെയാണ്. കുറച്ച് ഓവറായിട്ടുള്ള ഒരു ഹോൾ ഇട്ടതിന് ശേഷം നമ്മൾ ഡയറക്റ്റായിട്ട് ഷട്ടറിന്റെ ഈ പീസിലേക്ക് നമ്മൾ 1.5 കൃത്യമായിട്ട് സെൽഫ് സ്ക്രൂ വെച്ച് പിടിപ്പിച്ചേക്കണാണ്. അപ്പോൾ ഇതും അങ്ങനെ തന്നെ പിടിപ്പിച്ചേക്കണാണ്. ഇത് നമുക്ക് ജസ്റ്റ് ഒരു ഷട്ടറിന്റെ ഒരു സ്പേസ് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ അതിനെ നമ്മൾ 2 അടി തൂണാക്കി റെഡിയാക്കി വെച്ചിട്ടുള്ളതാണത്. അപ്പോൾ ഒരു ഷട്ടറിന്മേ ഡയറക്റ്റ് സ്ക്രൂ ചെയ്ത് വെച്ചിട്ട് ആണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഒരു 2 അടി ഒരു തൂണ് ചെയ്യാനുണ്ട്. അത് നമ്മൾ ഭിത്തിയിലേക്ക് ഡയറക്റ്റ് ഒരു 1.5 പീസ് വെച്ചിട്ട് ആണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇത് കട്ടൻ വാളാണ്. കട്ടൻ വാളിന്റെ ഒരു വീഡിയോ ഞാൻ ഷോർട്സിൽ ഇട്ടുണ്ട്. അപ്പൊ കട്ടൻ വാൾ എങ്ങനെ ചെയ്യാമെന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ലോങ് വീഡിയോ ഞാൻ ഇപ്പൊ ഇതിൽ പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ താമസിയാതെ തന്നെ ഈ വർക്ക് ഫിനിഷ് ആയിട്ടില്ല. വർക്ക് ഫിനിഷ് ആയി കഴിഞ്ഞാൽ അത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതൊരു പ്രത്യേക ഷേപ്പിലാണ് ഇപ്പൊ കട്ടൻ വാൾ ഇപ്പൊ ഇവിടെ ചെയ്യേണ്ടതായിട്ട് വന്നത്. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഒരു ത്രികോണം മോഡലിലാണ് നമ്മളിപ്പോൾ ഇവിടെ കട്ടൻ വാൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെയൊക്കെ ഫുള്ളായിട്ടുള്ള വീഡിയോ കട്ടൻവാൾ എങ്ങനെ ചെയ്യാം, കട്ടൻവാളിന്റെ എങ്ങനെയാണ് ഗ്ലാസ് ഇടുന്നത്, അതിന്റെ റബ്ബർ എങ്ങനെ ഇടുന്നത്, അതിലെ പുറത്തെങ്ങനെ സിലിക്കോൺ അടിക്കും എന്നുള്ളതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിൽ ചെയ്യുന്നതായിരിക്കും. കട്ടൻവാൾ ഇങ്ങനെ നല്ല സ്ട്രോങ് ആയിട്ട് ഇത്ര വലിയ ഗ്ലാസ് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഇരുമ്പടിച്ച് കൃത്യമായിട്ട് നല്ല സ്ട്രോങ് ആക്കിയിട്ടുള്ളതാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത്. ഇത് 4ക്ക് 2 ട്യൂബ് വെച്ചിട്ട് അതിനെ നല്ലപോലെ സപ്പോർട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് സൈഡ്. ഈ സൈഡിൽ കുറച്ച് നമുക്ക് അധികം വർക്ക് ഉണ്ട്. ഏതാണ്ട് 3.5 ഒരു 6 മീറ്ററോളം ഇത് ഉണ്ട് വർക്ക്. അപ്പോൾ 3.5 മീറ്ററോളം നമുക്ക് കട്ടൻവാളും ബാക്കിയുള്ള ഇതും ACP ആണ് 6 മീറ്ററോളം. അപ്പൊ ഈ സൈഡ് നമ്മളിപ്പോ ഇങ്ങനെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്.
അപ്പോൾ ഇതില് ഇവിടെ ACP വെച്ചിട്ടുണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല രീതിയിലായിരിക്കും നമ്മളിപ്പോൾ ACP വെച്ചിട്ടുള്ള സപ്പോർട്ടിങ് ചെയ്യേണ്ടത്. ഇപ്പൊ അടിയിലെ ഒരു പോർഷൻ നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റിയില്ല, കാരണം അവിടെ ഈ മതിലിന്റെ വർക്കൊക്കെ നടക്കുന്നതുകൊണ്ട് അത് കൃത്യമായിട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലുള്ള കട്ടൻ വാളിന്റെ ഫ്രെയിം. അപ്പോൾ ഇത് നമ്മൾ ഭിത്തിയിലേക്ക് താഴേക്ക് ഇരുത്തിയേക്കാണ്. ഇപ്പൊ തൽക്കാലം അത് ഫിറ്റ് ചെയ്തിട്ടില്ല. ഇപ്പൊ കാണുന്ന ഫ്രണ്ടിൽ കാണുന്ന ഇരുമ്പിലേക്ക് നമ്മൾ ഇതിനെ റെസ്റ്റ് ചെയ്യിക്കേണ്ടതാണ്. അപ്പോൾ കാരണം ഈ ഇരുമ്പിലേക്ക് റെസ്റ്റ് ചെയ്താലാണ് ഇതിന്റെ ഫിറ്റിങ് പൂർണ്ണമാവുള്ളൂ. കാരണം ഇത് കട്ടൻ വാള് വൺ സൈഡ് ഏതാണ്ട് 12 അടിയും അതിന്റെ തൊട്ടപ്പുറത്ത് നിങ്ങൾ പിക്ചറിൽ കണ്ട പോലെ ഒരു 20 അടിയുണ്ട്. അതുകൊണ്ട് ഇത് പുറത്തേക്ക് തള്ളി നിൽക്കണം. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ കട്ടൻ വാളിന് ഇവിടെ ഇരുമ്പിന്റെ ഫ്രെയിം കൊടുക്കേണ്ടി വന്നത്. ഇരുമ്പിന്റെ ഫ്രെയിം വളരെ നല്ല ഉറപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. 4x2 ട്യൂബ് വെച്ചിട്ട് ആങ്കർ ബോൾട്ട് അടിച്ച് നല്ല സെറ്റ് ചെയ്തിട്ടാണ് ഇത് വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ കട്ടൻ വാള് ACP അടിച്ചതിന് ശേഷം ഇത് കട്ടൻ വാള് എടുത്തിട്ട് ACPയുടെ മുകളിലേക്ക് റെസ്റ്റ് ചെയ്യിക്കണം. അതായത് ഇരുമ്പിന്റെ മുകളിലേക്ക് റെസ്റ്റ് ചെയ്യിക്കണം. അപ്പോഴാണ് ഇതിന്റെ വർക്ക് ഫിനിഷ് ആവുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള വലിയൊരു പോർഷൻ. അപ്പൊ ഈ പോർഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ആ ഫ്രണ്ടിലേക്ക് ഇരുമ്പ് തള്ളി നിർത്തേണ്ടി വന്നത്. അപ്പൊ ഇത് ടോപ്പിലേക്ക്, അതായത് വാർക്കയിൽ നിന്ന് മുകളിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു പോർഷനാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളിത് പുറത്തേക്ക് തള്ളി നിർത്തേണ്ടതായിട്ട് വന്നു. അങ്ങനെയാണ് ആ ഇരുമ്പ് അടിക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഏരിയയിൽ നല്ലപോലെ കാറ്റടിക്കാൻ സാധ്യതകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലപോലെ സ്ട്രെങ്ത് ആയിട്ട് നമ്മൾ ഇരുമ്പ് 4x2 വെച്ചിട്ട് ഈ ടോപ്പ് ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പല സ്ഥലത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇരുമ്പ് ചെയ്യാതെ പലരും ഇങ്ങനെ നമ്മൾ അലുമിനിയം മാത്രം വെച്ച് കുത്തിയിരുത്തിയോണ്ട് കാര്യമില്ല. കാരണം കാറ്റ് വന്നു കഴിഞ്ഞാൽ ഈ കാറ്റ് നമ്മൾ ഉദ്ദേശിച്ച പോലുള്ള പവർ അല്ല, അതിന് വളരെ വലിയൊരു പവറാണ്. അത് നല്ല രീതിയിലുള്ള അലുമിനിയത്തിൻ്റെയോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെയൊക്കെ ഫ്രെയിമിനെ മറച്ചിടാനുള്ള സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ നല്ലപോലെ സ്ട്രെങ്ത് ആയിട്ട് നമ്മൾ ഇരുമ്പടിച്ചാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് കാറ്റടിച്ചാലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാനൊരു സാധ്യതയില്ല. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പോർഷൻ നമ്മൾ ഒരു സൈഡിലേക്ക്, അതായത് ബാക്കിലേക്ക് വെള്ളം ചെരിഞ്ഞ് വീഴാവുന്ന രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേരെ വെള്ളം ഇവിടെ വീണ് കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ പുറകിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ ഈ ടോപ്പിൽ ഒരടിയോ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം എന്ത് സംഭവിക്കും, അത് ഫ്രണ്ടിലൂടെ ഒഴുകും. അപ്പോൾ ബീഡിങ് ഇല്ലാത്ത വർക്കാണ്, അല്ലെങ്കിൽ ബീഡിങ് ഉണ്ടെങ്കിൽ പോലും ആ ബീഡിങ്ങിലേക്ക് ഫ്രണ്ടിലേക്ക് വെള്ളം ഒഴുകി കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് വളരെ ചെളി പിടിച്ച് അഴുക്ക് പിടിച്ച് നാശമാവാൻ സാധ്യത. അപ്പം നിങ്ങൾ പല ബിൽഡിങ്ങിലും ഇതിപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഫ്രണ്ട് ഭാഗത്ത് അവിടെ അഴുക്ക് പിടിച്ചതിൻ്റെ പാട്, അതായത് വെള്ളം ഒലിച്ചിറങ്ങിയതിൻ്റെ പാട്. അപ്പം നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ എപ്പോഴും പുറകിലേക്ക് വളരെ സ്ലോപ്പ് ചെയ്ത് വെള്ളം പോകാവുന്ന രീതിയിലേക്ക് അതിനെ ചെയ്യണം. അപ്പോൾ പിന്നെ ഈ ഫ്രണ്ടിലേക്ക് വെള്ളം വീണിട്ട്, അതായത് നമ്മുടെ നാട്ടിലെ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും മഴ പെയ്യുന്ന അല്ലെങ്കിൽ വെയിൽ മഴ അങ്ങനെ മാറി മാറി നിൽക്കുന്ന ഒരു സ്ഥലമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ കണക്കാക്കിയിട്ട് വേണം വർക്ക് ചെയ്യാൻ. അപ്പോൾ ഇത് ഒരുപാട് കാലം മഴ കൊണ്ടാലും വെള്ളം പുറകിലേക്കാണ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അഴുക്ക് പിടിക്കാതെ കുറേ കാലം അങ്ങനെ നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. 1 ഇഞ്ച് മാത്രമാണ് അതിൻ്റെ ടോപ്പിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചുള്ളൂ. ബാക്കിയൊക്കെ പുറകുവശത്തേക്ക് വെള്ളം അടിച്ചു വീഴാവുന്ന രീതിയിലേക്കാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏതാണ്ടൊക്കെ കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിലുള്ള ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, ACP വർക്ക് നമ്മൾ ഒരു ആളെ പഠിപ്പിച്ച് എടുക്കാൻ പറ്റില്ല. കുറേയൊക്കെ മനോധർമ്മത്തിൽ വേണം ACP വർക്ക് ചെയ്യാനായിട്ട്. നമുക്കൊരു പിക്ചർ തന്നാൽ അത് ഈ ബിൽഡിങ്ങിലെ എങ്ങനെ ഷേപ്പ് ചെയ്ത് എടുക്കാം എന്നുള്ളത് നമുക്ക് കുറച്ച് ഐഡിയ ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ. പിന്നെ ഇതിലുള്ള കാര്യം 3D വർക്ക് കിട്ടുമ്പോൾ, 3D വർക്കിന്റെ പിക്ചർ കിട്ടുമ്പോൾ ഈ ബിൽഡിങ്ങും 3D വർക്കും തമ്മിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. കാരണം 3D വർക്ക് ചെയ്യുന്നവൻ ഒരിക്കലും ബിൽഡിങ് വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സെറ്റപ്പായിട്ടല്ല ചെയ്യുക. അപ്പോൾ അതും ഇതും തമ്മിൽ ഒരു അനുവാദികമായിട്ടുള്ള ഒരു നമ്മളുടെ മനോധർമ്മത്തിൽ അതിനെ ഏതാണ്ട് ഒരു 95% നമ്മൾ ഇതിനെ സെറ്റ് ചെയ്തെടുക്കേണ്ടത് നമ്മുടെ ഒരു കടമയാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ എടുത്തൊരു വീഡിയോ ആണ്. ഇത് എത്രമാത്രം അത് സക്സസ് ആയി എന്നറിയില്ല, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ.